എല്ലാവർക്കും വെൽക്കം ടു ദ ന്യൂ വീഡിയോ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ന് മൺഡേ നമ്മുടെ ഗെയിമിലേക്ക് പുതുതായി വന്ന എപ്പിക് പാക്സും അതേപോലെ പുതിയ ഇവൻറ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിക് പാക്ക് വന്നിരിക്കുന്നത് ഇറ്റാലിയൻ ലീഗ് ഗാർഡിയൻസ് എന്നൊരു തീമിലാണ് പാക്ക് വന്നിരിക്കുന്നത്. അതിൽ നെസ്റ്റ, ബെർഗോമി ആൻഡ് ഡിഡ ഒരു ഡിഫെൻസീവ് ഗോൾ കീപ്പർ സ്റ്റാറ്റ്സ് ആണ്. അറ്റാക്കിംഗ് ഗോൾ കീപ്പറാണ്. കാര്യം ഒഫൻസീവ് ഗോൾ കീപ്പർ വളരെ യൂസ്ഫുൾ ആണ് ഇപ്പം നമ്മുടെ ഈ ഫുട്ബോൾ 2026 കാര്യം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലോങ് ബോളും അതേപോലെ ചിപ്പ് പാസും ത്രൂ പാസസും ഒക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അറ്റാക്കിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഒഫൻസീവ് ഗോൾ കീപ്പർ ആണെങ്കിൽ കുറച്ചും കൂടെ മുമ്പിൽ പോയി പന്ത് എടുത്ത് നമ്മളെ ആ കൗണ്ടർ അറ്റാക്ക് ഒപ്പോണൻറ്റിൻ്റെ ബ്ലോക്ക് ചെയ്യാൻ നമ്മളെ എളുപ്പത്തിൽ സഹായിക്കും. പക്ഷേ ഒഫൻസീവ് ഗോൾ കീപ്പറിന് മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എല്ലാ നേരവും പോസ്റ്റിലേക്ക് മുമ്പിലേക്ക് റഷ് ചെയ്ത് കളിക്കുന്ന ഒരു കീപ്പറാണ്. അപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് ഡ്രിബിൾ ചെയ്തോ ഒന്ന് സ്കില്ല് ചെയ്തോ ഓപ്പോണൻറ്റ് നമ്മളെ ബീറ്റ് ചെയ്ത് ഗോൾ അടിക്കാവുന്നു. നെസ്റ്റേൻ്റെ ഒരു ഡിസ്ട്രോയർ കാർഡാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആൻഡ് ബെർഗോമിൻ്റെ ഒരു ഡിഫെൻസീവ് ഫുൾ ബാക്ക് കാർഡും അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സാണ് 3 പ്ലേയേഴ്സും നൽകുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൽ ഏറ്റവും അടിപൊളി നെസ്റ്റയും ഡിഡയാണ്. കാരണം ഡിഡ അറ്റാക്കിംഗ് ഗോൾ കീപ്പർ. പിന്നെ മാത്രമല്ല നെസ്റ്റയ്ക്ക് പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഏരിയൽ ഫോർട്ടും അതേപോലെ ലോങ് റേഞ്ച് ടാക്ലിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഗെയിം പ്ലേ ആണ് ഇപ്പോൾ ഈ ഫുട്ബോൾ 2026 നമ്മൾ കാണുന്നത്. പക്ഷേ ഏരിയൽ ഫോർട്ടും കൂടെ ഭയങ്കര ഫിസിക്കാലിറ്റി ഉണ്ടാവും നെസ്റ്റയ്ക്ക്. പക്ഷേ സാധാരണ നെസ്റ്റ് ഒരു ബിൽഡപ്പാണ്. ഇതിപ്പോൾ ഒരു ഡിസ്ട്രോയർ പ്ലേയിങ് സ്റ്റൈൽ ആദ്യമായിട്ടാണ് നെസ്റ്റ്. അപ്പോൾ ഈ പാക്ക് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും മാക്സിമം കോയിൻസൊക്കെ ഉണ്ടെങ്കിൽ സ്പെൻഡ് ചെയ്യുക. കാര്യം നല്ലൊരു അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇത് ഓൾറെഡി ഉള്ള റൈക്കാർഡിൻ്റെ വാൻ ബാസിൻ്റെ പാക്ക്. നെക്സ്റ്റ് നാപ്പോളിയൻ്റെ പാക്കാണ്. നാപ്പോളിയിൽ പാക്കിൽ ECMF മാക്ടിമം. ഇത് നല്ലൊരു പ്ലെയറാണ്. ബോക്സ് ടു ബോക്സ് ആണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പാക്കിൽ 8 ഈ പാക്കൊന്നും കറക്കണ്ടെന്നാണ്. കാര്യം അത്രയും കോയിൻ സേവ് ചെയ്തിരിക്കാനാണ് ഞാൻ പറയത്തുള്ളൂ. പിന്നെ POTV ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ളതാണ്. വേറെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഇനി ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് പുതിയൊരു ഈവൻറ്റിൽ വന്നിരിക്കുന്ന നോമിനേറ്റിംഗ് കോൺട്രാക്റ്റാണ്. കളക്ട് ചെയ്ത് വയ്ക്കുക, അത്രയും ഞാൻ പറയുന്നുള്ളൂ. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. ഇത് ഡെയിലി നമുക്ക് വീക്ക്ലി 50 കോയിൻസ് കിട്ടുന്ന നെക്സ്റ്റ് ചാലഞ്ച്. ഇതിൽ 50 കോയിൻസും അതേപോലെ സ്കിൽ ടോക്കൺ എല്ലാവരും കളക്ട് ചെയ്ത് വയ്ക്കുക മാക്സിമം. അതുപോലെ ഇതും പരമാവധി എല്ലാവരും ഫിനിഷ് ചെയ്യാൻ നോക്കുക. കാര്യം റാൻഡം ബൂസ്റ്റ് ടോക്കൺ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. കാര്യം എന്താ പറഞ്ഞാൽ ഇപ്പോൾ ഫ്രീ എപ്പിക്സൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഇനിയും കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അടുത്ത ദിവസം ട്രഷർ ലിങ്കിൽ ഇനി വല്ല ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.